നൂറ്റാണ്ടുകളായി ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിനായി പുതിയ കാലത്ത് നിർമ്മിച്ച നിയമങ്ങൾ, നീതി ഉറപ്പാക്കുന്ന പുരോഗമനാത്മക നിയമങ്ങൾ. ഇത് ചിലർ ദുരുപയോഗം ചെയ്യുമ്പോൾ നിഷേധിക്കപ്പെടുന്നത് ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ നീതിയാണ്. ഒപ്പം ഇവർ സംരക്ഷണമൊരുക്കുന്നത് യഥാർത്ഥ വേട്ടക്കാർക്കാണ്. സിനിമാ മേഖലയിലെ സ്ത്രീവിരുദ്ധത തുറന്നുകാട്ടുന്നതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ മേഖലയിലെ കൊടിയ അനീതികൾക്കും ചൂഷണങ്ങൾക്കും നേരെ പിടിച്ച കണ്ണാടി. എന്നാൽ ഇതിൻ്റെ മറവിൽ വന്ന ചില പരാതികളെങ്കിലും സംശയം ജനിപ്പിക്കുന്നതാണ്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ബ്ലാക്ക് മെയിലിങ്ങുകളെന്ന് സംശയിക്കാവുന്നവ. അത്തരം സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ് ഇന്ന് ഒരു പരാതിക്കാരി പറഞ്ഞ വാക്കുകൾ. പോക്സോ കേസ് എനിക്കെതിരെ, ഒരു ഫാബ്രിക്കേറ്റഡ് ഒരു കേസ് എനിക്കെതിരെ വന്നു. അതിനുശേഷം ഒരു പോലീസുകാർ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഈ പോക്സോ കേസിനെതിരെ ഗവൺമെന്റ് ആണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും പേർക്കെതിരെ കേസ് പറഞ്ഞ് മുൻപോട്ട് വന്നപ്പോൾ ഒരു കള്ളക്കേസ് എനിക്കെതിരെ വന്നപ്പോൾ അത് സത്യമാണോ ഇല്ല നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാനുള്ള ഒരു ചുമതല ഗവൺമെന്റിനുണ്ട്. എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു കേസിന്റെ കാര്യം എന്താ, ഈ പോക്സോ കേസ് എന്താണ് അനങ്ങാതെങ്കിൽ വെച്ചിരിക്കുന്നത്? അതിനെതിരെ ഒരു നടപടി എടുക്കണം. ഇത് സത്യമാണോ ഇല്ല തെളിയിക്കണം. പ്രൈം മിനിസ്റ്റർക്ക് ഞാൻ കത്തയച്ചു. അപ്പൊ എനിക്കൊരു നടപടി ഒന്നും ഞാൻ കണ്ടില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്തിനാണ് ഇങ്ങനെ തനിയെ കിടന്ന് ഈ ഫൈറ്റ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇപ്പൊ ഈ യൂട്യൂബുകാർ തന്നെ സത്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പോലും ഗവൺമെന്റ് ഒന്നും അനങ്ങുന്ന പോലും ഇല്ല. ഞാൻ എന്തിനാണ് എന്റെ കയ്യിൽ നിന്ന് കാശെല്ലാം മുടക്കി ഞാൻ ആർക്ക് വേണ്ടിയാണ് ഓടി നടക്കുന്നത്? ഇതുപോലെ ചീത്തപ്പേരും കേട്ടിട്ട് ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു കേസിൽ ഈ പോക്സോ കേസ്, വൃത്തികെട്ട കേസ് നമ്മുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആർജവം ഉണ്ടാവും ഇപ്പോഴത്തെ കേസ് കൊണ്ടുപോകാൻ? ഞാൻ ഈ കേസെല്ലാം പിൻവലിക്കും. ഏത് ഈ നടന്മാരുടെ എല്ലാ കേസ് പറയും. എന്നിട്ട് ഒറ്റയ്ക്ക് പോക്സോ കേസിനെതിരെ പോകും. അത് ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്. അതിനിത് പിൻവലിക്കണമെന്നുണ്ടോ? ഏത് ഈ നടന്മാർക്കെതിരായിട്ടുള്ള കേസ് അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി നടക്കുന്നില്ലേ? മുകേഷിനെ അടക്കം ചോദ്യം ഗവൺമെന്റും പോലീസുകാരും മീഡിയക്കാരും ആരും എന്നെ സപ്പോർട്ടും ഹെൽപ്പും ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂട്ടുകെട്ടി. നടനും MLA-യുമായ മുകേഷ് അടക്കം 7 പേർക്കെതിരെ ലൈംഗിക പീഡന പരാതി മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കിയ ഘട്ടത്തിൽ ആലുവ സ്വദേശിയായ നടി സർക്കാരിനെക്കുറിച്ച് അന്നു പറഞ്ഞതിങ്ങനെ: ഞങ്ങൾ തുറന്നു പറയാൻ ഒരു അവസരം ഒരുക്കി തന്ന പിണറായി സാറിനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സങ്കടങ്ങൾ വന്ന് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായ SIT, അതായത് DIG മാഡത്തിനും SP മാഡത്തിനും പൂങ്കുഴലി മാഡത്തിനും അവർ കൂടെ വന്ന എല്ലാവർക്കും, സിമി മാഡത്തിനും ഇന്ദു മാഡത്തിനും എല്ലാവരോടും ആനി മാഡത്തിനും എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഇത് വലിയൊരു നല്ലൊരു സമൂഹമാണ് ഇനി നാളേക്ക് ഉണ്ടാകാൻ പോകുന്നതിനൊരു വലിയൊരു ഉദാഹരണമാണ്. ഇന്നലെ ഇവിടെ വന്ന് ഈ മൊഴിയെടുത്തതും അവർക്കെതിരെ FIR ഇട്ടതും. ഇതിലെ തെറ്റും ശരിയും എന്തായാലും സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്നതാണ് പരാതിക്കാരുടെ ന്യായം. തനിക്കെതിരായ പോക്സോ പരാതിയിൽ സർക്കാർ സഹായിക്കാത്തതുകൊണ്ട് താൻ നൽകിയ പരാതി പിൻവലിക്കുന്നുവെന്നാണ് വിശദീകരണം. ഈ പരാതികളെല്ലാം ഉയർന്ന കാലത്ത് നടൻ നിവിൻ പോളിക്കെതിരെ വന്ന സമാനമായ ബലാത്സംഗ പരാതി വ്യാജമാണെന്ന് കണ്ട പോലീസ് കോടതിയിൽ നടന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ചിലർ നിയമം ദുരുപയോഗം ചെയ്യുമ്പോൾ ഇരകളെന്ന പരിഗണനയിൽ അവർക്കൊപ്പം നിൽക്കേണ്ട ഗതികേടിലാണ് പൊതുസമൂഹവും. ഇത്തരം വ്യാജ പരാതികൾ സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. നിരപരാധികൾ വേട്ടയാടപ്പെടുന്നു, ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, യഥാർത്ഥ വേട്ടക്കാർ മറഞ്ഞിരുന്ന് ഊറിച്ചിരിക്കുന്നു. ഒപ്പം ഇത്തരം വ്യാജ പരാതിക്കാരും. ന്യൂസ് ഡെസ്ക്, News 18.